राहिल 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 रा... നിനക്ക് എന്താ പറ്റിയത്? അവിടെ ആ പെണ്ണ് ഞാൻ കണ്ടു. അവിടെ എവിടെ? വാ നോക്കട്ടെ. വേണ്ട വേണ്ട, പോണ്ട. എന്താ പോയാല്? വന്നേ. വേണ്ട, വാ ഇങ്ങോട്ട്. എവിടെ എവിടെ നീ പറഞ്ഞ പെണ്ണ്? ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നതാ. എവിടെ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടാനു. ഇല്ലാത്ത കുഴി കാണാ, ആളെ കാണാ. നിനക്കിതെന്ത് പറ്റി? ഞാൻ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോ ഇവിടെ. എടി, നിന്നെ പേടിപ്പിക്കാൻ ബെല്ലടിച്ചു ഞാനാ. എടി അവിടെ നിക്ക്. അനു, 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 അനു. രാഹിൽ, 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 രാഹിൽ. അനു,
ആലോചിക്കുക? വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ. പെണ്ണ് മണ്ണാങ്കട്ടിയോ ഒന്നുമില്ല, ഒക്കെ നിന്റെ തോന്നലാ. ഞാൻ എന്റെ കണ്ണോട് കണ്ടതല്ലേ രാഹേൽ. കണ്ട കാര്യം തോന്നലാന്ന് എങ്ങനെയാ വിശ്വസിക്കുക? നിന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തൽക്കാലം നമുക്കത് വിടാം. എന്നിട്ട് ഈ മഞ്ചാടിക്കുരു കൊണ്ട് സ്റ്റൈലിന് ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാം. ബർത്ത്ഡേ കാർഡോ? അതെ, നാളത്തെ തീയതിയുടെ പ്രത്യേകത അറിയില്ലേ നിനക്ക്? മെയ് 17, നിന്റെ അരുൺ ഡോക്ടറിന്റെ ജന്മദിനം. നമ്മൾ ഈ മഞ്ചാടിക്കുരു കൊണ്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കും. ദെൻ നീ നിന്റെ സ്വന്തം കൈകൊണ്ട് അത് ഡോക്ടർ കൊടുക്കും. ഞാനോ? അത് വേണ്ട, ശരിയാവില്ല. ശരിയാവാത്ത എന്താ? ഈ കാർഡ് വെറും കാർഡല്ല, നിന്റെ സ്നേഹത്തിന്റെ അടയാളമാണെന്ന് അരുണിന് മനസ്സിലാവും. പക്ഷേ ഒരു പക്ഷേയുമില്ല, നമ്മൾ ഇത് തീരുമാനിക്കുന്നു. രാഹേലെ വേണോ? വേണം. നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനി എന്താ ആലോചിക്കാൻ? നീ ബോംബൊന്നല്ലല്ലോ കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചെൽ. കഴുതാ, ഇതിന് നല്ലൊരു അവസരം ഇനി വേറെ കിട്ടുമോ? അല്ല, അത് ഞാൻ പിന്നെ. വേണ്ട, ഡോക്ടർ ലൈബ്രറിയിലുണ്ട്, നേരെ അങ്ങോട്ട് ചെല്ല്. ചെല്ല. സോറി രാഹേൽ. നീ ഒരു കാലത്ത് നന്നാവില്ല. കണ്ടോ, കല്യാണം കഴിക്കാൻ പറ്റാതെ നീ ഇങ്ങനെ ഒറ്റാന്തടിയായി നിൽക്കും ജീവിതകാലം മുഴുവൻ. അവിടെ വെച്ചേക്ക്. ഹലോ, മമ്മിയാ? ഓ, ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലേ? അവിടെ വെച്ചേക്ക്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അരുൺ ഇവിടെ ഇല്ല. ശരി, പറയാം. സംസാരിക്കായിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിട്ട്. എന്തിനാ പപ്പേട്ട? മമ്മി പറയാൻ പോകുന്ന വാചകങ്ങൾ ഞാൻ പറയാം. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സൺ. നിനക്ക് സുഖാണെന്ന് കരുതുന്നു. അറിയാലോ, നിനക്ക് ഇങ്ങനെയൊരു ഗതി വന്നത് അതിന് കാരണക്കാരൻ നിന്റെ പപ്പയാ, പപ്പ മാത്രം. വേണ്ട, അതെടുക്കണ്ട. ഡാഡിയാ, ഫ്രം സ്റ്റേറ്റ്സ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ സൺ. ഹൗ ആർ യു? എനിക്കറിയാം നീ ഞങ്ങളെ ഒരുപാട് വെറുക്കുന്നുണ്ടെന്ന്. നിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അതിലൊരു തെറ്റുമില്ല. ഒരു 10 വയസ്സുകാരൻ മകനെ ബോർഡിങ്ങിലാക്കി മമ്മിയും ഡാഡിയും വിദേശത്തേക്ക് പറക്കുന്നു. ക്രൂരതയാണ്, ഐ നോ ഇറ്റ്. പക്ഷേ അരുൺ, എനിക്കും മമ്മിക്കും ഇടയിലെ വഴക്കിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിന്റെ മമ്മിക്കാ. അവളാ എല്ലാത്തിനും. രണ്ടുപേരും അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്നു. ബട്ട് നോ യൂസ്. എനിക്ക് മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം വിഷമമുള്ളൂ. എന്തിന്? പ്രസവിച്ച തള്ളിക്കും ജനിപ്പിച്ച തന്തയ്ക്കും ഇല്ലാത്ത വിഷമം പപ്പേട്ടനെന്തിന്? അവര് സന്തോഷിക്കല്ലേ? 2 വൻ കരകളിൽ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു. ആ,
ഒരു ഗുണമുണ്ട്. ചാവും വിട്ട് മൂടാനുള്ള പണം ഉണ്ടാവും ബാങ്കിൽ. അതൊരു യോഗല്ലേ? ചോറെടുത്ത് വെക്കട്ടെ? വേണ്ട, എനിക്ക് വിശപ്പില്ല. ഇന്ന് പിറന്നാളായിട്ട് അതിലൊക്കെ എന്തോ ഉള്ള പപ്പേട്ട. ആ പപ്പട്ടം പോയിക്കോ. ഉം.